ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ചുക്കപ്പത്തിന് വേണ്ടി പൊടി വാട്ടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള നെയ്യ് ഉരുക്കാനും വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അടുപ്പിലിട്ടോ. അതാ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 5 നാഴി പൊടിയാണ് എടുത്തിട്ടുള്ളത്. 5 നാഴി പൊടി ഉപ്പിട്ട വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെ വാട്ടിയെടുക്കാം. വെള്ളം കൂടാതെ ഒരു പാകത്തിനാക്കിയിട്ട്, കുറച്ച് വെള്ളം കുറവ് വന്നാലും നമ്മൾ നെയ്യും കോഴിമുട്ടയൊക്കെ ചേർക്കാനുള്ളതുകൊണ്ട് ഒരു പരുവത്തിലാക്കിയിട്ട് വാട്ടിയെടുക്കണം. ഞങ്ങളൊരു വീട്ടിലൊരു ഫങ്ഷനും കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അധികം പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യ് ഇതാ ഉരുകി വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് കുനുകുനാക്കി അരിഞ്ഞ് വെക്കണം. അപ്പോൾ ഇതാ നെയ്യ് ഉരുക്കിയത് പകുതി നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ ചൂടോടെ തന്നെ നെയ്യ് ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ആ നെയ്യിലിട്ടൊന്ന് വഴറ്റി എടുക്കാം. മൂപ്പിച്ചെടുക്കണം നന്നായിട്ട്, ഒരു ബ്രൗൺ നിറാവുന്ന വരെ മൂപ്പിക്കണം. അപ്പോൾ ഈ 5 നാഴി പൊടി വാട്ടിയതിലേക്ക് 5 കോഴിമുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നാഴി പൊടിക്ക് ഒരു കോഴിമുട്ട വെച്ചിട്ടാണ്. അങ്ങനെ 5 കോഴിമുട്ടയും അതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഹെൽത്തിയായ പലഹാരം കൂടിയിട്ടാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാനും മധുരമില്ലാത്തൊരു പലഹാരം കൂടിയിട്ടാണ്. ഇത് ഉരുട്ടിയെടുക്കണ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ സിമ്പിളാട്ടോ. അപ്പോൾ അത് ഇനി എല്ലാം കൂടി മിക്സാക്കി ഇതിലേക്ക് നമുക്ക് കരിഞ്ചീരകം ഉണ്ടല്ലോ, അത് കഴുകി വരച്ചിട്ടുണ്ട്, വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ മൂപ്പിച്ച ഉള്ളിയും കൂടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് കരിഞ്ചീരകം കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് ആ ചൂടോടെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കുഴക്കുന്ന രൂപത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കുക. അതാ ഒരു വിധമായിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ മെഴുക്കോ എന്തെങ്കിലുമൊക്കെ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ പരട്ടിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ മണികളാക്കിയിട്ട് എടുക്കണം. ഇതാണ് കുറച്ച് റിസ്ക് ഉള്ളതുള്ളൂ കേട്ടോ. മറ്റതൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിങ്ങനെ ചെറിയ ചെറിയ ഒരേ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. ഞങ്ങൾ 2-3 ആൾ ഇരുന്നിട്ട് അങ്ങനെ ഉരുട്ടിയെടുത്തതാട്ടോ. പക്ഷേ നല്ല ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയത്, മധുരമില്ലാത്ത പലഹാരമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നെയ്യൊക്കെ അല്ല വെളിച്ചെണ്ണ ഒഴിച്ചത് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കിത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട പാട് നമ്മൾ ഇളക്കാതിരിക്കുക. കട്ട ഇട്ട് കിടന്നോട്ടോ. ഒന്ന് മൂത്തതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് വേറിട്ട് ഇരിക്കും. ഇത് നമ്മൾ ഇട്ട പാട് ഇളക്കുമ്പോഴാണ് അത് ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വേണ്ട, ഇപ്പോൾ ഒക്കെ വേറെ വേറെ ആയി വന്നില്ലേ. ഇതേപോലെ മൊത്തമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എത്ര വേണമെങ്കിലും ഇരിക്കും കേട്ടോ. 1 മാസം, 6 മാസം, 1 വർഷം വരെയൊക്കെ ഇരിക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അടച്ച് പതിച്ച് പാത്രത്തിലാക്കി വെച്ചാൽ ഗൾഫിലേക്ക് കൊടുത്തയക്കാനൊക്കെ ഉണ്ടാക്കാറുള്ളതാണിത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ
എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.